ഇങ്ങനെ പറ നീ പറഞ്ഞ ആലോചിക്കട്ടെ. മതി. അങ്ങനെ നമ്മൾ അടുത്ത വ്ളോഗായിട്ട് വന്നേക്കാ. ഇന്നത്തെ പരിപാടി കുറേ നാളായിട്ട് സാധനം ആഗ്രഹിച്ച സാധനം നമ്മളെ കൈ കിട്ടി. പൊളിച്ച ഓൾറെഡി തുറന്ന് വെച്ചതായിരുന്നു, പക്ഷെ ഇട്ടൊക്കെ ഇട്ടില്ല കേട്ടോ. നമ്മളിവിടെ ഫഹദ് മുളമ്പ് സാർ വീണ്ടും ബാക്ക്ഗ്രൗണ്ട് പൊളി സാധനം നോക്കട്ടെ. സാധനം കാണിച്ചുതരാം. കൊറേ നാളായിട്ട് ഇത് എടുക്കണം എന്ന് വെച്ച് ചെറുപ്പത്തിലുള്ള ആഗ്രഹമായിരുന്നു ശരിക്കും, പക്ഷെ ചെറുതില് നടന്നില്ല. ലൈറ്റ് ഉണ്ട് ഒരു ഡയറിനെ. ഇവിടെ വന്നപ്പോ സാധനം നടപ്പിലാക്കി. ഇതുവരെ ഓടിച്ചു നോക്കിയിട്ടില്ല കേട്ടോ, ഇട്ട് നോക്കിയിട്ടുള്ളൂ. ഓടിക്കണ പരിപാടി ഇപ്പൊ ലൈവ് ആയിട്ട് കാണാം. പിന്നെ നേരെ നിക്കൂല ഇത്. ഉറപ്പല്ലേ? നോക്കട്ടെ. ഇതെങ്ങനെ ടൈറ്റ് ചെയ്ത് ഇതൊക്കെ? അതൊന്നും ചെയ്തിട്ടില്ല, ഇളകുന്നുണ്ട്. അല്ല എനിക്കറിഞ്ഞൂടാ, ഞാനിത് ആദ്യമായിട്ടാണ് എന്റെ ജീവിതത്തില്. ഞാനും അതെ, ഫോട്ടോ മാത്രമേ കണ്ടിട്ടുള്ളേ. നമ്മ ചക്കറശു എന്ന് പറയാനല്ലാണ്ട് നമുക്ക് ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. ഞാൻ യൂട്യൂബിൽ കണ്ടായിരുന്നു. കാണിച്ചരാ. യൂട്യൂബിൽ കണ്ടതേ ഇതൊക്കെ ഇടണ്ടേ? അത് ഇതൊക്കെ ഇട്. മുട്ടൊക്കെ പൊട്ടിപ്പോയാ ചോര അതൊക്കെ ഇടണം പറഞ്ഞ പോലെ. പൊട്ടണായിട്ട് ഷൂട്ടിട്ടാണ് അത് ആദ്യം തന്നിട്ടുണ്ട്. രണ്ടെണ്ണം ഉണ്ടല്ലേ? ഒരെണ്ണം കൈ ഇടാനാ, ഒരെണ്ണം ഇവിടെ മുട്ടുമ്മ, ഇവിടെ ഒരെണ്ണം ഇവിടെ എവിടെയോ. അപ്പൊ കാലുമല്ലേ? കാലിന്റെ മുട്ടുമ്പോ ഒന്നും ഇടൂലേ? ഇതുണ്ട് നീ, അതാണിത്. നീയാണിത്. അപ്പൊ ഇത് കൈയും ഇവിടെ ഇടണം. കൈയുടെ മുട്ടുമ്പൊക്കെ ഉണ്ടാവൂല. ഒന്നും അറിഞ്ഞൂടാലേ. ഇങ്ങനെയൊക്കെയാണ് പഠിക്കണതേ. ഇത് പഠിച്ചതിനാണ്ടല്ലേ മറ്റേ സീനാവും. ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് വിലക്കിടൊക്കെ എന്ന് പറഞ്ഞ ആലോചിക്കുമ്പോ ജോലിയാണ് കാണിക്ക. ഒരു ഐഡിയ ഇല്ല. ഞാൻ യൂട്യൂബിലൊക്കെ നോക്കി എങ്ങനെയാണ് എണീച്ചിക്കണ എന്നൊക്കെ ഇടണ, എങ്ങനെയാണ് എണീച്ചിക്കണ എന്നൊക്കെ നോക്കിയിട്ടുണ്ട്. അല്ലാണ്ട് ഇത് ഈ സാധനത്തിന് ഇത് ഗ്ലൗസ് പോലെ സംഭവം. അങ്ങനെ എങ്ങനെ വേണ്ട. എടാ ഇത് റിസ്റ്റ് ആണ് സാധനം. റിസ്റ്റ് ഇതല്ലേ? അല്ല, ഇതില് തൂക്കിടാനാണ്. അതാണ് ഞാൻ ചോദിച്ച. യൂസർ മാനുവൽ ഒന്നും കിട്ടിയില്ലേ നീന്? അത് 20 ലെസ് ഉണ്ട്. അത് ബില്ലാണ്. അതല്ലേ ഒരു ബുക്ക് ഉണ്ടായി. ഒഴിവാക്കിയാലാ കുഴപ്പമുണ്ടത്? ഷൂട്ട് നോക്കട്ടെ ആദ്യം. ആദ്യം ഇതിട്. ഇതിടാൻ പറ്റണ്ടേ? മുട്ടും നോക്കണത്. എന്റെ മുട്ടൊക്കെ വലുതാണ്. ഇത് കായ് മുട്ടുമല്ല, കാൽ മുട്ടുമല്ല. അത് പുറത്തുനിന്ന് ഷൂടണ പരിപാടി നോക്കാം. യൂട്യൂബിൽ കണ്ടതേ. 3 പടി ഇവിടെ വാങ്ങരുത്, പിടിച്ച് നടക്കാൻ. മറ്റേ 4 ഉള്ളതാണ് വാങ്ങാന്നാ പറയാ. പ്രോ ആൾക്കാരാണ് എടുക്കണേ തോന്നണത്. ശരിയാണ്. ഫസ്റ്റ് ശരിക്കും 4 ഒന്നും അറിയാത്തൊരു മേടിക്കണ്ടേ? ഇങ്ങനൊന്നും മേടിക്കരുത്. വിഷയമില്ലടാ. ആദ്യം 4 തുറന്നല്ലത്. ഇനിയും തുറക്കണോ? അത് ഇതുണ്ട്. നെഞ്ചത്തൊന്നും വരില്ലേട്ടാ. ഇതുപോലെ ഇടത്തെ കാലിന്റെ അത് നീട്ടതിന്റെ കുഴപ്പമില്ല. നോക്ക് സെയിം എന്താ വ്യത്യാസം. അതേടാ. ആര് പറഞ്ഞു? ഇവിടെ നോക്കട്ടെ. ഇതൊക്കെ ഇതിന്റെ പാടുപെട്ടത് വെറുതെ ആയില്ല. ഫസ്റ്റ് അറ്റംപ്റ്റ് നേരത്തെ നോക്കട്ടെ. അപ്പാല് ഇടാൻ വേണ്ടി ബിഗിനേഴ്സേ
പ്രോ ആയി കഴിഞ്ഞാൽ കസാരമൊക്കെ ഇരുന്നിടാ. നിന്നോണ്ടൊക്കെ ഇടാൻ നോക്ക. എണീക്കണ്ട സാധനം കാണിച്ചിട്ടാ എണീക്കണ്ടത്. സെറ്റ് അത് ഒക്കെയോ യൂട്യൂബിൽ കണ്ടേന്നറിയോ? പൊട്ടണം എന്തെങ്കിലൊക്കെ ഉണ്ടൊക്കെ മാറ്റി വെക്ക്. അതില് പൈസ ഉണ്ട് അതിന്റെ അകത്ത്. എന്നാ അത് എനിക്ക് ഞാൻ പോയിട്ട് വെക്കാം. പുഷപ്പ് ചെയ്യണോ? ഏഴാണോ? കൈ ഉദ്ദിക്കണം. ഞാൻ കാറ്റത്തോണ്ട അതിവിടെ ഇറങ്ങി പോണ് റുക്കൂല നീ തണ്ടൽ വേദന ഇതില്ലേ ഞാൻ കാലൊന്ന് എനിക്ക് ഫ്രണ്ട് വിട്ടു. അങ്ങനെയുള്ള ചക്കര ഷൂ വർക്ക് ലൈറ്റ് കുറവാണ് ഇവിടെ. ഒരു കാല് മാത്രം പോണുള്ളൂ. നീ വീണാലാ അപ്പൊ ഞാൻ സൂപ്പർമാനാ. യൂട്യൂബ് വേണ്ടതേ വീണാലല്ലേ ബാക്കോട്ട് വീഴുന്നു. സൈഡ് പിടിക്കണം. മോറും കുത്തിയല്ല ഈ സൈഡ് പിടിച്ചിട്ട് കൈയും കുത്തി വീഴുന്ന പറയണം. സോറി അയ്യോ ഞാനേ വണ്ടി കണ്ടപ്പോ ഞാൻ അങ്ങോട്ട് പോയി, ക്ഷമിക്കണം. ഇവിടെയുണ്ട് കയ്യെത്താ ദൂരത്ത് നീ ഉണ്ടെങ്കിൽ പെണ്ണേ. തുപ്പിക്ക എങ്ങനെയാണ് വരിക്കുക? നീ ബാക്കിക്കൊന്ന് തിരിഞ്ഞു നോക്കിയേ. അവിടുന്ന് ഇവിടം വരെ എത്തി. ഏതെങ്ങാണ്ടേ വയ്യാത്ത ആള് നടക്ക. വീഴും തോന്നി കഴിഞ്ഞു കഴിഞ്ഞാലേ അപ്പന്റെ നിലത്തേക്ക് മുട്ടൂത്തി വീണോ? കയ്യും കുത്തി വീണെന്നാ? കൈ അതിന് നിന്റെ ഒരു കയ്യിലല്ലേ ആ സാധനം ഉള്ളൂ. ഒന്നിലെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെറുതായിട്ട് ചെറുപ്പത്തിലെ പഠിക്കണം. അല്ലെങ്കിൽ വല്ല സ്കൂളിൽ ചേരുമ്പോ നീ എണീറ്റിന്ന് നീ പോലും അറിയാണ്ട് ഇത്ര നേരം മുട്ടുത്തിയാലേ അയാള് പറഞ്ഞത്. നീ ഓട്ടോമാറ്റിക്കലി എണീറ്റ് ഒരു കൂസലാണ് നിക്കണോക്ക്. പോയി ആൾക്കാരും കൈ പിടിച്ചിട്ട് പോയോ? ബാക്കോട്ട് വീഴും. ബാക്കി പിടിക്കാറില്ല. കണ്ടോ സൈഡിൽ കോണും. എന്നാ കുറച്ച് ഇടുന്നുണ്ടേ ഇങ്ങനെണ്ടോ. പോയാ മതി. കുറച്ച് സ്പീഡ് കൂടി പോയതാണ് അത്. കിട്ടി. ഇതെങ്ങനെ ഇടണ്ടേ കിട്ടിട്ടാ. ഇങ്ങനെയാണ് ഇതിന്റെ പരിപാടി. സേഫ് ആക്കിയാ മതി. ഇങ്ങനെ തന്നെ ആണോ തൽക്കാലം ഇപ്പം ഇങ്ങനെ ഇടാം. സ്കേറ്റ് ചെയ്തോട്ടെ. അടുത്ത ട്രൈ നോക്കട്ടെ. എത്ര നാൾ പിടിക്കുമെന്ന് അറിയില്ല കേട്ടോ പഠിച്ചെടുക്കാൻ. ഇതേ അടുത്തതായി ലൈഫിൽ ആദ്യമായിട്ട് മറ്റേ പറഞ്ഞിട്ട് 1 life ചെരുപ്പെടുത്താൻ ഇരിക്കണം. സാധാ കുണ്ടി കുത്തി. ഭംഗിയുള്ള പെണ്ണു മലയാളി അല്ലല്ല.
ഇതെങ്ങനെയാണ് എണീക്കേണ്ടത്? മുട്ടൂത്തിക്ക് 4 കാലും ആ ക്ലിപ്പ് കാല് വലത്തെ കാല് ഈ കാലിന്റെ അടുത്തേക്ക് വെക്ക്. ആ വി ആയിട്ടൊക്കെ ഇട്ടെ, വി ഷേപ്പ് ആയിട്ട് കുറച്ച്. ആ അത്ര വേണ്ട. ആ അപ്പുറത്തെ കാല് അങ്ങനെ പയ്യക്ക് അടി തന്നെ എത്തിയിട്ട് അത്ര ഗ്യാപ്പി വെക്കല്ലേ കാല്, കുറച്ചടുത്തേക്ക്. അറ്റംപ്റ്റ് 4 5 ആ ഞാൻ ഒറ്റേ കാല് ഷൂവിന്റെ അത്രയും പോലും ഇല്ലത്. ആ എന്നിട്ട് അപ്പൊ തന്നെ എണീക്കില്ല, അങ്ങനെ തന്നെ നിക്ക്. ബാക്കിക്കൊന്ന് കൈ ഉണ്ടാവല്ല, ഷൂമ്മ പിടിക്ക്, കൈ ഷൂമ്മ പിടിക്ക. ആ ഷൂമ്മ പിടിച്ചിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ പിടിച്ച് മുട്ടുമ്മ പിടിക്കണം. അങ്ങനെയാണ് ഗെയിം. പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരുമിച്ച് സ്കേറ്റ് ചെയ്യും. റാസൽ കൈമാരി ഞാൻ 4 വാങ്ങിച്ചിട്ട് പിന്നെയും പഠിക്കാന്ന് വിചാരിക്കാം. പക്ഷെ ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ നിനക്ക് പഠിക്കാൻ പറ്റും. അങ്ങനെ ഞാൻ പഠിച്ചില്ലേ, പക്ഷെ എന്തായാലും പഠിക്കാൻ പറ്റും. ഇത്ര നേരം വേർക്കാണ്ടിരുന്ന ഫാദ് വേർത്തുപ്പ മതി. അത് കേട്ടാ മതി. എനിക്ക് ഇതുവരെ ട്രൈ ചെയ്യാത്ത സാധനങ്ങളൊക്കെ ട്രൈ ചെയ്ത് പഠിക്കുമ്പോഴുള്ള സാധനം ഉണ്ടല്ലോ, അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ട്രൈ ചെയ്യണം കേട്ടോ. ഒട്ടും സിമ്പിൾ അല്ല കേട്ടാ. ഫാദ് വീണില്ല എന്നുള്ളൂ. ഞാനൊട്ടും വീഴാൻ പോയില്ല ഫാദ്, പക്ഷെ ചെറുതായിട്ട് വീഴാൻ പോയി. വിറ്റ് കാണിഞ്ഞ് നോക്കി നോക്കട്ടെ. ഒന്നാമത് ഞാനും ഫാദോ അതെ മേലനങ്ങാണ്ട് നടക്കണ. ഞാനൊക്കെ കൊറേ നാളായി. മനസ്സിലായി പ്രശ്നം. ഈ സൈഡിന്ന് പ്രശ്നം. പിന്നെ എല്ലാണ്ട് തന്നെ പൂര ടൈറ്റ് ആണത്. ഞാനും ഫാദോ അതെ കളിക്കാനും പോവില്ല, മേലനങ്ങണില്ല. പണി എടുത്ത് കഴിഞ്ഞിട്ട് നേരെ കിട്ടണ്ടേ പോവാൻ. ഇവനക്ക് അപ്പൊ അതിന്റെ ഒരു പ്രശ്നമുണ്ട്. അത് ഇതോടുകൂടി മാറ്റി കിട്ടും, പക്ഷെ മാറി കിട്ടും. ഫിറ്റ്നസ്സും കയറും ഇതിൻ്റെ കൂടെ. നീ എന്താണ് പറയണത്? ചെറിയ കാര്യമല്ലേ സ്കേറ്റ് ചക്കർ ഷൂ, ഇൻലൈൻ സ്കേറ്റിംഗ്. വേറെ ട്രിക്ക് ഉണ്ടല്ലോ. എന്ത് കാണിക്കും? ട്രൈ നോക്കാം. ഒട്ടും എളുപ്പമില്ല കേട്ടോ. ഞാൻ കുറച്ചെങ്കിലും എളുപ്പം വിചാരിച്ചു എണീച്ച് നിൽക്കാൻ. പക്ഷെ എണീച്ച് നിന്നിട്ടേ മുന്നോട്ട് പോ, ഫ്രണ്ടോട്ട് ബാക്കോട്ട് പോ, വീഴോ. പക്ഷെ കുറച്ചു നേരമൊക്കെ നിൽക്കട്ടോ. ഇങ്ങനെ തന്നെ ഓരോ ദിവസം 1 അരമണിക്കൂറെങ്കിലും ചെയ്താലേ റെഡിയാവുള്ളൂ. ഉച്ചാ പറയോ? അപ്പോൾ അത് പട്ടിയായിട്ടാ വെള്ളം മേടിക്കാൻ പോയി. ഇത് പഠിച്ചതിനെ വൈബ്. നേരത്തെ പിടിച്ച് ഇങ്ങനെ വലിച്ചുണ്ടായപ്പോ എന്ത് സുഖം. അത് പഠിച്ചതിനുണ്ടല്ല ഇങ്ങോട്ട് റോൾ ചെയ്ത് പോവാ. ഇനി എന്തായാലും ആ പഠിക്കുമ്പോഴത്തേനും ഇവിടെ മറ്റേ വിന്റർ സീസൺ ആവും. അപ്പൊക്കെ മൂടായിരിക്കുള്ളൂ രാത്രി വന്ന് ചെയ്യാൻ. ആൾക്കാർ കുറേ ഉണ്ടാവും ഇത് ചെയ്യണം. അവരുടെ മെയിനാവാ. ഇന്നത്തെ എന്തായാലും ഒരു സ്പെഷ്യൽ വ്ളോഗാണ്. സ്പെഷ്യൽ വ്ളോഗിൻ്റെ കൂടെ നമ്മളുടെ കൂടെ ഉള്ളത് പിന്നെ അതിനൊന്നുമില്ല ഇതാണ് അവസ്ഥയെങ്കിൽ. അപ്പം അത് ഞാൻ ഇത് പറഞ്ഞുകൊണ്ട് ദുബായിൽ നിന്ന് വന്നിട്ടാ ഇത് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞുകൊണ്ട്. അല്ലേ ഞാൻ അവിടെ എവിടെയെങ്കിലും ഒറ്റക്ക് ചെയ്യണ്ടെന്നാണ്. ഇങ്ങനത്തെ സ്ഥലത്ത് സൂപ്പറായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റേ ഇൻ്റർലോക്കിലൊക്കെ ചെയ്താൽ ചെയ്യാൻ പറ്റും. പഠിക്കാനുള്ള സെറ്റപ്പ് ഇതാണ് നല്ലത്. ഇവിടെ ഇൻ്റർലോക്കൊന്നുമല്ല, നേരെ നിരപ്പാണ്. സൈക്കിൾ ഔട്ടാനൊക്കെ ഉള്ള യൂട്യൂബിൽ കണ്ട എണീക്കല് ക്ലിക്കായിട്ടാ. ബാക്കിയൊക്കെ ക്ലിക്കാക്കണം. ഹെൽമെറ്റ് ഒക്കെ ഇട്ടാ ഇവിടെ ഇതിട്ടിട്ട് എണീക്കാൻ പറ്റണല്ലോ. ഇവിടെ കാണിച്ചേ ഹോസ്റ്റലിൽ ബാസ്കറ്റ് ബോൾ കോട്ടി കൊണ്ട് അടിക്കുന്നതാ. നമ്മള് പഠിക്കണ ആൾക്കാർ കൂടിട്ടാ. സേ ഹായ്. പാകിസ്ഥാൻ के किधर है? ഇവര് മുമ്പ് വീഴാൻ വയ്യ. ഇവരോട് എനിക്ക് പോകാൻ പറഞ്ഞിട്ട് പോകുന്നില്ല. क्या बोले आप मेरे मर गए
हिंदी थोड़ा स्केट जो आदमी डेली करते हैं वो बहुत स्पीड से जाता है दिल्ली हाँ दिल्ली क्या मतलब जो आदमी प्रैक्टिस ഡെയിലി പ്രാക്ടീസ് ചെയ്താല് हाँ डेली ये मेरा फर्स्ट डे घट मारा करना ഹിന്ദി അറിയാണ്ടല്ലേ ഞാൻ അവനെ കയറ്റിയാനെ വന്നിരുന്നിട്ട് ഊക്കളവൻ. ഇന്നത്തെ പരിപാടി നിർത്തിയിട്ടാ പറ്റിയായി. സാധനം ഉഷാറാണ്, പഠിക്കാൻ പറ്റും എന്നുള്ളൊരു ഒരു പഠിക്കാൻ പറ്റുന്നുള്ളൊരു മൈൻഡ് വന്ന്. പക്ഷെ എല്ലാ ദിവസവും ഇറങ്ങിയാലേ പഠിക്കാൻ പറ്റുള്ളൂ. ഇറങ്ങണം എവിടെയും. ഇനി കുറച്ച് വെള്ളം കുടിച്ചിട്ട് നാളത്തെ പരിപാടികൾ കാണാം. സാധനം പെട്ടിയിലേക്ക് ബാക്കിലുണ്ട്. സിമ്പിളാണ് വിചാരിക്കണോന്ന് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ സംഭവം പഠിക്കാൻ പറ്റൂട്ടാ. ഞാനൊക്കെ കുറച്ചനങ്ങി തുടങ്ങി, വീണില്ല ഞാൻ മാത്രം. ഇവൻ വീണ ഓടിക്കാണ്ടനെ വീണ്, എണീക്കാണ്ടനെ വീണ്. പഠിക്കാൻ പറ്റുമൊക്കെ പറ്റൂട്ടോ. എല്ലാ ദിവസവും ഇറങ്ങണം. പക്ഷെ കോമഡിയാവും, പഠിച്ചു കഴിഞ്ഞാൽ പൊളിയും. എന്തായാലും അടുത്ത വർഷം കാണാം. അതുവരേക്കും ബൈ ബൈ. കടിക്കുന്നത്